ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഉണ്ണിയുടെ തല മുടി വടിക്കാൻ പോവാണ്. ഉണ്ണിനെ മുട്ടടിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അവനിപ്പോൾ ഈ മാസം 2 വയസ്സാവാറായി. 2 വയസ്സ് ഡിസംബർ 28-ന് അവന് 2 വയസ്സാവും. അപ്പോൾ അതിന് മുൻപ് വടിക്കണം എന്നുണ്ടായിരുന്നു. കാരണം 1 വയസ്സ് കഴിഞ്ഞപ്പോൾ വടിക്കേണ്ടതല്ല, നമുക്കപ്പോൾ പറ്റിയില്ല. കാരണം പ്രഗ്നൻ്റ് ആയി, ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടൊക്കെ നീട്ടിപ്പോയി. ഇപ്പോൾ 2 വയസ്സായപ്പോഴാണ് മുടി വടിക്കാൻ പോയത്. ഞാനിപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്നത്, അതായത് ഇൻട്രോ എടുക്കുന്നത് ഞങ്ങൾ പോയി വന്നു എന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ. എല്ലാവരുമായിട്ട് പോകണമെന്നുണ്ടായിരുന്നു, അതായത് ചേച്ചിയും കുട്ടികളൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിക്കും കുട്ടികളൊക്കെ വരുമ്പോൾ ഈ ഡിസംബർ ലാസ്റ്റ് ആയിരിക്കും. കാരണം എക്സാമും വെക്കേഷനൊക്കെ നോക്കിയിട്ട് അപ്പോഴേക്കും ഉണ്ണിയുടെ പിറന്നാളിൻ്റെ നല്ല മാസമാവും. അപ്പോൾ പിന്നെ മുടി വടിക്കാൻ പറ്റില്ല പിറന്നാൾ മാസത്തിൽ. അതുകൊണ്ടാണ് ഞാനും ചേട്ടനും ഉണ്ണിയും മാത്രം പോയിട്ട് ഇപ്പോൾ മുടി വടിച്ച് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. വീട്ടിലെത്തിയ ശേഷം കൊച്ചുണി ആമീനൊന്നും കൊണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ആമി താഴ്ത്തിത്തി കൊച്ചു മുകളിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ വേഗം മോളിക്ക് വന്നതാണ് കൊച്ചിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോയുടെ പോലെ എടുത്തു. കാലൊക്കെ ഭയങ്കര വേദന എടുത്തിരിക്കുകയാണ്. ആണിത്തിരി കിതപ്പ് വരുന്നത്. വേറെ ഒരു ലൈഫ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും നാളും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് മൊബൈൽ ഡാറ്റ വെച്ചിട്ടാണ്. അതായത് എനിക്ക് ഒരു 8 മിനിറ്റ് വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 മിനിറ്റിന് മോർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 1000 MB-നെക്കാട്ടും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ 2-3 ദിവസം എടുക്കും. പിന്നെ എന്തെങ്കിലും കോപ്പറേറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് ഭയങ്കര ഡിലേ വരാറുണ്ട് വീഡിയോ ഇടാനായിട്ട്. ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം നന്നായിട്ടുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ ഭയങ്കര ലോ ആണ് സ്പീഡും കാര്യങ്ങളൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ കറൻ്റ് എനിക്ക് ചേട്ടൻ വൈഫൈ വെച്ച് തന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ലൈഫ് അപ്ഡേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് വൈഫൈ വെച്ച് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ വൈഫൈ കണക്ഷൻ എടുത്ത് തന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എത്ര ലെങ്ത്ത് വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് ഇടാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വ്ളോഗ് ഞാൻ ആ ഒരു ചെറിയ പാർട്ട് മാത്രമല്ല, ഇന്നത്തെ ഫുൾ ഡേ ഞാൻ വ്ളോഗ് എടുത്തിട്ട് ഇടാം, ഉണ്ണികളായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. കാരണം നമുക്കിനി ലെങ്ത്തുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റും. പിന്നെ ഇതാണ് ഞാൻ മുടി വെട്ടി കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വ്ളോഗാണിത്. ഡ്രസ്സില്ലേ മുടി വെട്ടിയത്. അപ്പം ഞാനിപ്പോൾ മുടി വെട്ടി വെച്ചിട്ടുള്ളത്. രാവിലത്തെ അങ്ങനെ പോകുമ്പോഴത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നേരത്തെ പോകണമല്ലോ. പിന്നെ തിക്കും തിരക്കും ബഹളമായിരുന്നു. പിന്നെ റൂമിൽ വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഉണ്ണികൾ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഉണ്ണികളെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. വേഗം പോയി വരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് അറേഞ്ച് ഒക്കെ ചെയ്തത്. അതുകൊണ്ട് രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ നേരത്തെ പോയിട്ടുണ്ട്. ഞങ്ങളൊരു 5 മണി 5-നോടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്ന്, അതായത് ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ട്വിൻസ് ആയിട്ടിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും റെക്കമെൻഡേഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത്ര തന്നെ. ഇനിയിപ്പോൾ കൊച്ചു താഴത്ത് കിടക്കുന്നുണ്ട്, കണ്ടോ എവിടെ. വീട്ടിൽ നിന്ന് പുലർച്ചെ ഇറങ്ങിയിട്ടുണ്ട്. ആമീനെയും കൊച്ചിനും അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ആ സമയമായതുകൊണ്ട് തന്നെ അവർ 2 പേർക്കും പാമ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് സ്വെറ്ററിലാക്കി പാലൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ അവരുടെ രാവിലത്തെ ആ ഒരു കുറുക്കിൻ്റെ സമയമാകുമ്പോഴേക്കും തിരിച്ചെത്തുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ അവർ എനിക്കുള്ളൂ. മോർണിംഗ് ഒരു അറൗണ്ട് ഒരു 11 മണി കഴിഞ്ഞ് 10 മണി 10:30 കഴിഞ്ഞിട്ട് അവർ എനിക്കുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് തിരിച്ച് വരാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് ഫുഡൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ പോരുന്ന വഴിക്ക് ഒരു കടയിൽ നിർത്തിയിട്ട് ഉണ്ണിക്ക് പാല് കൊടുക്കുമായിരുന്നു മോർണിംഗ്. അത് അവൻ്റെ റുട്ടീനിലൊരു സംഭവമാണ്. അപ്പോൾ പാലും അതുപോലെ തന്നെ എന്തെങ്കിലും ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ വാങ്ങാനായിട്ടാണ് നിർത്തിയത്. ആദ്യമായിട്ടാണ് ഉണ്ണീനെ ഇത്രയും നേരത്തെ എണിപ്പിച്ച് കുളിപ്പിച്ച് ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ പുറപ്പെടുന്നത്. അപ്പോൾ അതിൻ്റേതായ എല്ലാത്തിടത്തുള്ള വാശിയും അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അവനോട് മുടി ആട്ടാൻ പറയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് മുടി ഇങ്ങനെ കിടന്ന് കുലുക്കാനായിട്ട്. പിന്നെ ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ മുടി ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ടും. പാവം അവനറിയില്ലല്ലോ, അവന് തിരിച്ചു വരുമ്പോൾ അവൻ്റെ തലയിൽ മുടി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നേരം വെളുത്തു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇരുട്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ നേരം വെളുത്തു. ഞാൻ കരുതിയ ആൾ വണ്ടിയിലിരുന്ന് ഉറങ്ങുന്നു. കാരണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടാണല്ലോ നമ്മൾ റെഡി ആക്കണതും കുളിപ്പിച്ചതും ഒക്കെ. പക്ഷെ അവൻ എന്നെക്കാളും നല്ല ഉഷാറായിരുന്നു. ഞാനും ആയിരുന്നു പിന്നെയും ഇരുന്ന് ഉറക്കം തൂങ്ങിയിരുന്നിരുന്നത്. കാരണം കുറേ ആയിരിക്കണോ ഈ ഒരു ടൈമിൽ എനിക്ക് പുറത്തേക്കൊക്കെ പുറപ്പെട്ടിട്ട് ഒരുപാട് കാലമായിരിക്കണോ. എനിക്കാണെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിരുന്നില്ല. ടെൻഷനായിരുന്നു. കാരണം ഉണ്ണികളെ ഏൽപ്പിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നതും. അതും മോർണിംഗ് അമ്മ ഒറ്റയ്ക്കാണ്. ഈ ഉണ്ണികൾ കരഞ്ഞ് നല്ല വാശി കാണിച്ചിട്ട്
വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ ചെയ്യുക, കാരണം ഒറ്റയ്ക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയുടെ മുടി പഠിക്കേണ്ടത് ആലോചിച്ചു, അതും എനിക്കൊരു വിഷമം തന്നെയായിരുന്നു മനസ്സിൽ. അങ്ങനെ അവിടെ എത്തി. ഉണ്ണി വണ്ടിയിൽ നിന്ന് ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്ക് ഇത്തിരി കുറവായിരുന്നു. പക്ഷേ സ്റ്റെപ്പ് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് ഇത്തിരി മഞ്ഞളിച്ച് പോയി, കാരണം ഇതൊക്കെ കയറേണ്ടി വരില്ലോ എന്ന് ആലോചിച്ചിട്ട്. അവന് നടത്തിക്കേറ്റ വേണമെങ്കിൽ ആ അയ്യോ എളുപ്പമല്ല കേട്ടോ. ഞാനങ്ങനെ മുൻപ് പഴനി പോയിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ആദ്യമായിട്ടാണ് ഞാൻ പോണത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് കയറിപ്പോകാന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. എനിക്ക് വെറുതെ കയറാൻ ബുദ്ധിമുട്ട്. ചേട്ടനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണീനെ എടുത്തിട്ടാണ് കയറുന്നത്, അതുപോലെ തന്നെ ഉണ്ണീനെ എടുത്തിട്ടാണ് ഇറങ്ങിയിരുന്നത്. ചേട്ടനെ ശരിക്കും സമ്മതിക്കണം. ഉണ്ണി പിന്നെ സ്റ്റെപ്പൊക്കെ കുറച്ച് തനിയെ കയറി, കാരണം വീട്ടിലാണെങ്കിൽ സ്റ്റേഴ്സ് കയറി ഇറങ്ങാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചേട്ടനെ ഹെൽപ്പ് ചെയ്യണം, ഉണ്ണീനെ എടുത്ത് നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കയറും തോറും, ഇങ്ങനെ മുകളിലേക്ക് എത്തും തോറും ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കൂടിപ്പോയി, ഇങ്ങനെ കുത്തനെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഒരു തല ചുറ്റണ പോലെയായിരുന്നു താഴത്തേക്ക് നോക്കുമ്പോഴും. പിന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റിയിരുന്നില്ല. എനിക്ക് മൊത്തത്തിലൊരു വെപ്രാളവും വിറയലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ണീനെ എടുത്ത് നടക്കാൻ പറ്റിയിരുന്നില്ല. ചേട്ടനെ കാണുമ്പോൾ വിഷമവും തോന്നിയിരുന്നു ഉണ്ണീനെ എടുത്ത് നടക്കുന്നത് കാണുമ്പോൾ. പിന്നെ ഇതൊക്കെ ഏറ്റവും കൂടുതലൊരു മെമ്മറി അല്ലേ, നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കുക, അത് നമ്മുടെ കുട്ടികളെ വലുതാകുമ്പോൾ കാണുക, അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ആ വ്ളോഗൊക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. ഇറങ്ങാൻ പാടില്ല, കുടിക്കും. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉണ്ണിയുടെ മുടി മുണ്ടനം ചെയ്തു കേട്ടോ. ഭയങ്കര വാശി എന്ന് വെച്ചാൽ ഭയങ്കര വാശിയായിരുന്നു. കാരണം അത്യാവശ്യം വലിയ കുട്ടിയായല്ലോ, എന്ന് വെച്ചാൽ മനസ്സിലാവുന്ന പ്രായമല്ല, ഒരു ഇടത്തരം പ്രായമാണല്ലോ, ഒന്നിനും തിരിയാത്തൊരു പ്രായം. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നിനും സമ്മതിച്ച് തന്നിരുന്നില്ല. ബാക്കിയുള്ള കുട്ടികളും നല്ല കരച്ചിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു പോർഷനിലെ വ്ളോഗ് ഞാൻ എടുക്കാഞ്ഞത്. കാരണം ഞാനും ചേട്ടനും കൂടിയിട്ട് പിടിച്ചിട്ടാണ് ഉണ്ണീനെ മുടി വടിച്ചത്. ഞാനാണ് പിടിച്ചിരുന്നത്, ചേട്ടൻ ബാക്കിൽ നിന്ന് പിന്നെ പിടിച്ച് തരായിരുന്നു. കാരണം അവൻ തീരെ ഒതുങ്ങിയിരുന്നില്ല. അതുപോലെ തന്നെ ബ്ലേഡ് കൊണ്ടല്ല വടിച്ചത്, ട്രിമ്മർ വെച്ചിട്ടാണ് അവന് മുടി വടിച്ചത്. കാരണം ഇവൻ്റെ തല വെട്ടിക്കലൊക്കെ കാരണം മുടി ബ്ലേഡ് തട്ടി തല മുറിയണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ മുടി വടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമേ തല നനയ്ക്കാൻ പറഞ്ഞു, കാരണം ഇനി ഉള്ളി കയറി തൊഴണമല്ലോ. അപ്പോൾ അവിടെയും വീണ്ടും കരച്ചിലായിരുന്നു, കാരണം തല കുളിപ്പിക്കുമ്പോൾ വീണ്ടും നല്ല തലയിൽ തൊടാണല്ലോ നമ്മൾ, അപ്പോൾ വീണ്ടും നല്ല അംഗമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി തൊഴാൻ പോവായിരുന്നു. ഉള്ളി കയറി തൊഴുതപ്പോൾ വീണ്ടും ഉണ്ണീനെ സുബ്രഹ്മണ്യ സ്വാമിയായി കണ്ടിട്ട് വീണ്ടും അവൻ്റെ തലയിൽ കൂടെ അങ്ങനെ പാലും വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ പൂജിക്കാൻ നോക്കി. പൂജിച്ചു. അപ്പോൾ അപ്പോഴും വീണ്ടും കരച്ചിൽ. അതുപോലെ തന്നെ ഉണ്ണീനെ എടുത്ത് ഞാനാണല്ലോ മുടി മുറിക്കാനായിട്ട് ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ തോളിൽ കാവടി വെച്ച് ഉണ്ണീനെ എടുത്ത് പ്രദക്ഷിണം ചെയ്യാൻ പറഞ്ഞു, ശരണം വിളിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് നടയിലെത്തി. പിന്നെ തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ പ്രസാദവും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. ഉണ്ണി പിന്നെ നല്ല വാശിയായി, കാരണം എൻ്റെ അടുത്ത് മാറണില്ല, ചേട്ടൻ്റെ അടുത്തേക്ക് പോകണേയില്ല. ഞാൻ തന്നെയായിരുന്നു അവൻ എടുത്ത് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ മാറി എടുക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് പേടിയായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവനെടുത്ത് നടക്കേണ്ടി വരുമെന്ന്, കാരണം എനിക്ക് ഇറങ്ങാനും കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ.
ഗുരുവായൂർ 11 1 ചൊവ്വാഴ്ച അല്ലേ വരുന്നത്? 11 ബുധനാഴ്ച. സോറി, ഗൂഗിൾ പേ. അങ്ങനെയുണ്ടേ. ജോസഫ് ഇതിന്റെ വേറെ അങ്ങനെ വേഗം തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് താഴത്തിറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. കയറുന്നതിലും ബുദ്ധിമുട്ടായിരുന്നു ഇറങ്ങാനായിട്ട്. കാരണം കയറിയിട്ട് ഓൾറെഡി മസിൽ പെയിനായി. പിന്നെ തിരിച്ച് വരുമ്പോൾ കാലൊക്കെ ഇങ്ങനെ കിടന്ന് വിറക്കായിരുന്നു. ആ വിറയിലുള്ളതുകൊണ്ട് തന്നെ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഇൻറ്റുകൊണ്ട് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിരുന്നില്ല അമ്പലത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്കാണ് ഉണ്ണി ഉറങ്ങിയത്. അപ്പോൾ ഉണ്ണിനെ കാണുമ്പോൾ അങ്ങനെ 2 വർഷം നമ്മുടെ കൂടെ ഫുൾ മുടിയൊക്കെ ഉണ്ടായിട്ട് ആൾ പെട്ടെന്ന് മുട്ടയടിച്ച് കണ്ടപ്പോൾ ചെറിയൊരു വിഷമമായിരുന്നു. അങ്ങനെ തിരിച്ച് തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. കാരണം ഉണ്ണികളെ കാര്യം ആലോചിച്ചാൽ നല്ല ടെൻഷനായിരുന്നു. പിന്നെ അധികം വൈകാണ്ട് തന്നെ വേറെ സ്ഥലത്തേക്ക് ഒന്നും കയറിയില്ല. നേരെ തന്നെ വീട്ടിലേക്കാണ് ചെന്നത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. 2 പേരും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് കുറേ സമാധാനമായിരുന്നു. ടെൻഷനായിരുന്നു അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് ആലോചിച്ചിട്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഉണ്ണിക്ക് വാശി പിടിച്ചപ്പോഴാണ് ഈ ടോയൊക്കെ വാങ്ങിക്കൊടുത്തത്. അവൻ ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ അധികം അങ്ങനെ വർത്തമാനങ്ങളൊന്നും പറയില്ലെങ്കിലും കുറച്ച് വാക്കുകൾ പറയും. ആന, പൂച്ച, കാക്കാന്നൊക്കെ. അതുകൊണ്ട് ആനേനെ കണ്ടപ്പോൾ വലിയ ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. പക്ഷേ ആളതിൻ്റെ സിബ്ബ് തുറന്ന് ഉള്ളിലത്തെ പഞ്ഞെടുത്ത് കളയിലായിരുന്നു ആളുടെ മെയിൻ പരിപാടി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തലേന്ന് ചേട്ടൻ പുറത്ത് പോയി വന്നപ്പോൾ ഫുഡ് വാങ്ങിക്കൊണ്ടിരുന്നു, ഷവർമ വാങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ അന്ന് നൈറ്റ് കഴിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് കഴിച്ചു. അപ്പോൾ രാവിലെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചെങ്കിലും പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതാണ് കഴിച്ചത്. ഇത് കഴിച്ചപ്പോൾ വയറ് ഫുള്ളായി, ഭയങ്കര ഫില്ലായി. പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കണ്ട എന്ന രീതിയിൽ വരെത്തി. കഴിച്ച് തന്നെ അബദ്ധമായോ പോയോ എന്നതായി. ഉണ്ണിക്ക് അങ്ങനെ കൊടുക്കണതല്ല കേട്ടോ. അവൻ്റെ ആ ഫീലിങ്സ് ഒന്നും അവൻ കഴിക്കില്ല. അവൻ ജസ്റ്റ് ആ റുമാലിയുടെ ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഇത്തിരി കഴിച്ചു നോക്കും. അല്ലാണ്ട് അവന് കൊടുക്കണതല്ല കേട്ടോ ഇത്.
അങ്ങനെ കുറേ നേരം ഉണ്ണികളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം അവരെ കളിപ്പിച്ചൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ചേട്ടൻ ഉണ്ണിയായിട്ടൊന്ന് നെസ്റ്റോ വരെ പോയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഓഫറിന് പോയപ്പോൾ ഒരു തന്തൂരി ചിക്കൻ വാങ്ങിയിരുന്നു. അപ്പോൾ അത് വീണ്ടും വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇന്ന് ഓഫർ ആ ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ അതിന് പകരം ബ്രോസ്റ്റും പിന്നെ എന്തോ അൽഫാമൊക്കെ വാങ്ങിക്കൊണ്ടു. അപ്പോൾ ഉച്ചയ്ക്ക് അതൊക്കെ കഴിച്ചു. അങ്ങനെയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എന്തുകൊണ്ടും ഓർത്തിരിക്കാൻ പറ്റിയ ലൈഫിൽ ഏറ്റവും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. പുതിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇതായിരുന്നു ഉണ്ണീടെ മുട്ടയടിക്കാൻ പോയ വ്ളോഗും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.